ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രയൽ ചേമ്പർ പോയിക്കൊണ്ട് ലൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അവിടുന്ന് മെയ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അതിന് ട്രയൽ ചേമ്പറിൻ്റെ മാപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു വില്ലേജറിന് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാർട്ടോഗ്രാഫി ഈ ടേബിളിൻ്റെ ആവശ്യമുണ്ട്. ഇത് 2 ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വില്ലേജ് ഫാമിൽ നിന്ന് 2 വില്ലേജസിന് മേൽക്കെത്തിക്കണം. എന്നാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചിട്ട് ചെയ്താൽ നല്ലപോലെ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഒരുത്തന്നെ ഇവിടെ എത്തിച്ചിക്കണേ. ഇനി ഇവനക്ക് ജോബ് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആദ്യം ഇവൻ്റെ ടേബിൾ ഇവിടെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവും. ഇനി നമുക്ക് ഈ മൈൻ കാട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. നമ്മൾ 2 വെച്ചിക്കണ്. എടാ ജോബ് എടുക്കടാ. ഇവന്താ ഡാൻസ് കളിക്കണം അവിടെ നിന്നുണ്ട്. എടാ വന്ന് ഈ പണി എടുക്കടാ. എനിക്ക് ട്രയൽ ചേമ്പറിൻ്റെ മാപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇവതാണ്ട് പോണ്. ഡാ എന്നാ ഇവതേണ്ട പോണ്. നമ്മളെ വീട്ടിൻ്റെ ഭാഗത്ത് പോവും. ഇവനങ്ങനെ നമ്മളെ വീട്ടിലെത്തിക്കണ്. ഇവൻ ഫിഷർമാൻ്റെ ജോബ് എടുത്ത്. ഇവൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത വില്ലേജ് തന്നെ കൊണ്ടുപോകാം. നമ്മളെ വില്ലേജ് ഫാമിൽ ആവശ്യത്തിനുള്ള വില്ലേജസ് ഉണ്ട്. അങ്ങനെ അടുത്ത ആളിനെ ഇവിടെ എത്തിച്ച് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു കൂട് സെറ്റാക്കാം, അല്ലെങ്കിൽ ഇവനും ആണ്ട് പോവും. അങ്ങനെ അത് സെറ്റായി നമുക്ക് ഈ മൈൻ കാട്ട് പൊട്ടിച്ച് മാറ്റിയതിൻ്റെ ശേഷം ഇവനക്ക് ജോബ് കൊടുക്കാം. അങ്ങനെ ഇവൻ ജോബ് എടുത്തിട്ടുണ്ട്. എനിക്ക് പേപ്പറിൻ്റെ ട്രേഡാണ്. പേപ്പർ കൊടുത്താൽ ഇവന് നമുക്ക് എമറാൾഡ് തരും. അങ്ങനെ 3ാമത്തെ ട്രേഡ് ഓപ്പൺ ആക്കി എടുക്കണം, എന്നാലാണ് ട്രയൽ ചേമ്പർ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പേപ്പർ നമ്മൾക്ക് നമ്മളെ ഷുഗർ കെയിൻ ഫാമിൽ നിന്ന് എടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള പേപ്പർ വന്നിരിക്കുന്നുണ്ട്. പേപ്പറല്ല, ഷുഗർ കെയിൻ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പേപ്പർ ആക്കിയതിൻ്റെ ശേഷം ഇവൻക്ക് തന്നെ കൊടുക്കാം. ഏകദേശം കുറച്ചധികം പേപ്പർ കിട്ടിക്കണേ. നമുക്ക് ഇവൻ്റെ ട്രേഡ് അൺലോക്ക് ആക്കാം. ഫസ്റ്റ് ട്രേഡ് അൺലോക്ക് ആക്കിക്കണേ. അങ്ങനെ അടുത്ത ട്രേഡ് ഓപ്പൺ ആക്കിയിരിക്കണേ. നമുക്ക് ഗ്ലാസ് കൊടുക്കാം. കുറച്ച് ഗ്ലാസ് വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാം. ഇനി നമുക്ക് കിട്ടിയ നമുക്ക് ഗ്ലാസ് പെയിൻ ആക്കണം. ഇനി ഇവൻ്റെ ഈ ട്രേഡ് കൂടെ ഒന്ന് അൺലോക്ക് ആക്കണം. നമുക്ക് ഗ്ലാസ് കൊടുത്തുകൊണ്ട് ഇത് അൺലോക്ക് ആക്കിയിരിക്കണേ. ഇപ്പോൾ അടുത്ത ട്രേഡ് അൺലോക്ക് ആക്കിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നമുക്ക് ഇവന് ഓഷൻ എക്സ്പ്ലോറർ മാപ്പാണ് തരുന്നത്. നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ വെച്ചിട്ട് തീർക്കാം. എന്നിട്ട് അടുത്ത വില്ലേജസിനെ കൊണ്ടുവരാം. ലാവ വെച്ച് കൊടുത്താൽ മതി. ഇവൻ അതിനകത്തോളും. അടുത്ത വില്ലേജർ വരുന്നുണ്ട്. നമുക്ക് ഇവന്ന് ലോക്ക് ചെയ്തതിൻ്റെ ശേഷം ഈ മൈൻകാട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇവൻ ജോബ് എടുക്കേണ്ടതാണ്. നമുക്കിത് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ജോബ് എടുത്തോളും. ഇവന്ത് ജോബ് എടുക്കാത്ത ഒന്നുകൂടി നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്ത് നോക്കാം. ചിലപ്പോൾ ജോബ് എടാ കയറില്ല, പോവല്ലേ. പോവല്ലടാ. എന്നാ ഇവനും ഇതാ പോണ്. ഇവൻ നമ്മളെ വീട്ടിൽ തന്നെ പോകും. എന്തായാലും പോട്ടെ, നമ്മളെ കയ്യിൽ ഇനിയും വില്ലേജസ് ഉണ്ട്. അങ്ങനെ അടുത്ത വില്ലേജറിനെ നമ്മൾ എത്തിച്ച് ഇനി മൈങ്ങാട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇതും കൂടി പൊട്ടിക്കണം, അല്ലെങ്കിൽ ഇവന്മാർ കയറിപ്പോവും. ഇനി കറക്റ്റിന് ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. എന്നാൽ ഇവന്മാർ പോവില്ല. നൈറ്റ് ആവുന്നുണ്ട്. നമുക്കൊന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇവനങ്ങനെ ജോബ് എടുത്തിട്ടുണ്ട്. ഇവൻ്റെ ട്രേഡും അതേപോലെ തന്നെയാണ്, പേപ്പർ തന്നെ. അപ്പം കുറച്ചുകൂടി പേപ്പർ നമുക്ക് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ എത്തി. ഇനി നമുക്ക് കിട്ടിയ ഷുഗർ കെയിനൊക്കെ ഒന്ന് പേപ്പർ ആക്കണം. അതതിന് ആവശ്യത്തിനുള്ള ആക്കിക്കണേ. ഇനി ഇവനക്ക് ട്രേഡ് ചെയ്യാം. അതങ്ങനെ ട്രേഡ് ചെയ്ത് ഇനി അടുത്ത ലെവൽ അൺലോക്ക് ആക്കട്ടെ. അടുത്തത് അൺലോക്ക് ആക്കി. ഇതിൽ നമുക്ക് ഗ്ലാസ് പെയിൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ഗ്ലാസ് വാങ്ങിയിട്ട് വരാം. ഇനി ഇവന് ഗ്ലാസ്സൊക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ അടുത്ത് അൺലോക്ക് ആക്കും. ഇവനങ്ങനെ അൺലോക്ക് ആക്കി. നമുക്ക് ആവശ്യമുള്ള മാപ്പ് കിട്ടി. ട്രയൽ ചേമ്പറിൻ്റെ മാപ്പാണിത്. ഇത് നമുക്ക് വാങ്ങണം. അതിനാദ്യം കോംബക്സ് വേണം. എമറാൾഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. അതങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ മാപ്പ് വാങ്ങാം. അങ്ങനെ നമ്മൾ മാപ്പ് വാങ്ങി. ഇനി നമുക്ക് ആണ് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ ഇൻവെൻറ്ററിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അവിടുന്ന് കുറേ ഐറ്റംസ് കിട്ടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻവെൻറ്ററി ക്ലീൻ ആക്കണത്. പിന്നെ 2 ഷൾക്കർ ബോക്സ് നമ്മൾ കയ്യിൽ വെക്കണുണ്ട്. ഇനി നമുക്ക് മാപ്പ് നോക്കാം. ഏകദേശം നമ്മൾ അടുത്ത് തന്നെയാണ്. നമ്മളെ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഭാഗത്ത് അടുത്ത് തന്നെയാണ് നമ്മളെത്തി. ഏകദേശം ഈ മലയാണ് നമ്മൾ നിൽക്കണ. ഈ മലേൻ്റെ അടിയിലാണ്. ഇവിടുന്ന് നേരെ അടിയിലേക്ക് മൈൻ ചെയ്ത് പോയാൽ മതി. ഇനി ഈ ഭാഗത്ത് നമ്മൾ നേരെ അടിയിലേക്ക് മൈൻ ചെയ്യണേ. ഇനി എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ട്രയൽ ചേമ്പറിലെത്തി. ഇനി ഇവിടുന്ന് ലൂട്ട് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ കിട്ടാണ്ട്.
അയ്യ നമ്മളൊരു സാധനം മറന്നുപോയി. ബാഡാമൻ പോഷ് എടുക്കാൻ മറന്ന്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ കുറച്ചുകൂടി ഫുഡും കിട്ടുമോ നോക്കട്ടെ. നമ്മളെ കയ്യിൽ കുറച്ച് ഫുഡുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒന്നുകൂടി വരാം. അപ്പം നമ്മൾ പിന്നെ അടിക്ക് വന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എടുത്ത്, പക്ഷേ പിന്നെയും ബാഡാമൻ പോഷ് എടുക്കാൻ മറന്ന്. ഫുഡ് എടുക്കാനാകുമ്പോൾ കാര്യമായിട്ട് പോയത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമോ നോക്കാം. പോഷൻ ഇവിടെ നിന്ന് ചിലപ്പോൾ ചെസ്റ്റിൽ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ ബാരലിൽ വെക്കാം. പിന്നെ ഈ പോട്ടൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റണം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല നല്ല ഐറ്റംസ് കിട്ടും. ഇതുപോലെ എമറാൾഡ് ബ്ലോക്കൊക്കെ കിട്ടിയപ്പോൾ, അതുപോലെ എമറാൾഡ് ഡയമണ്ടൊക്കെ കിട്ടും. അയ്യോ ട്രൈഡൻറ്റ്, ഇത് ഭയങ്കര റയറാണ്. ജാവിയിൽ ബെഡ് റോക്കിൽ അങ്ങനെയല്ല, ജാവിൽ നല്ല റയറാണ് ട്രൈഡൻറ്റ് കിട്ടാൻ. അവൻ ഫുള്ള് ഹെൽത്ത് ഉണ്ട്. ഇതെന്തായാലും നമ്മുടെ കയ്യിലിരിക്കട്ടെ. അയ്യോ ഇനി നമുക്ക് ഈ കാണുന്ന പോട്ടൊക്കെ പൊട്ടിക്കുക. അതിന് നല്ല ഐറ്റംസ് കിട്ടും. അതുപോലെ ഇവിടെ സോംബി സ്പോണാവും. സ്പോണറുണ്ട്. ഇവന്മാരൊക്കെ ഒന്ന് തീർക്കട്ടെ. ഇവന്മാരെ തീർത്താൽ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് കിട്ടേണ്ടതാണ്. ഇതൊരു ചെറിയൊരു ട്രയൽ ചേമ്പർ തോന്നുന്നു. അധികം ഭാഗത്തൊന്നും കാണാനില്ല. അതിലൊരു ബാഡാമൻ പോഷൻ ഉണ്ട്. ഇത് പക്ഷേ 1 ആണ്. നമുക്ക് ബാഡാമൻ 5 വരെ ഉണ്ട്. 5 കുടിച്ചാലാണ് ഒന്നുകൂടി ബെറ്ററായിട്ട് മോബൊക്കെ ഇതിൽ സ്പോൺ ആവുക. അപ്പോൾ 1 കുടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ചെസ്റ്റ് ഇവിടെ ഉണ്ടോ നോക്കാം. അതിലേതെങ്കിലും നല്ല ഐറ്റംസ് ഉണ്ടോ നോക്കട്ടെ. നമ്മളങ്ങനെ ഇതിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലെത്തി. അവിടെ മേലെ എന്തോ സംഭവം കാണുന്നുണ്ട്. അവിടെ നിന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ ഇതെന്താ, ഈ ഭാഗത്ത് സ്കെൽറ്റൻ്റെയും ബ്രീസിൻ്റെ ഒക്കെ സ്പോണർ ഉണ്ട്. ഇവന്മാർ നമ്മളെ പിന്നാലുണ്ട്. പോയിസനും അടിച്ച് നമുക്ക് ഇതിൻ്റെ മേൽക്ക് എന്തെങ്കിലും കയറാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളെ കൂടെ സ്കെൽറ്റനും ഉണ്ട്. ചെറുതായിട്ട് ഡാമേജ് എടുക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാം. ഇനി ഇവന്മാരൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാം. സ്കെൽറ്റനൊക്കെ ഫിനിഷായി. ഇനി ബ്രീസ് ഉണ്ടാവും നിൽക്കണേ. അവനെ കൂടി ഒന്ന് തീർക്കണം. ഇവനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കിട്ടില്ല. പക്ഷേ ഇവനെ നമ്മളെ പറത്തി വിടും ഇതുപോലെ. അതാണ് പ്രശ്നം. അപ്പോൾ ഇവന്മാരൊക്കെ ഒന്ന് തീർക്കട്ടെ. നമുക്ക് ഏതെങ്കിലും നല്ല ഐറ്റംസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കീ ഏതെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നമുക്കൊരു കീ ആദ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൊടുത്തു നോക്കാം. എന്തെങ്കിലും നല്ല ഐറ്റംസ് കിട്ടുമോ നോക്കട്ടെ. ഒരു ഷീൽഡും പോയിസനാരും കിട്ടി. അതെന്തായാലും നമുക്ക് ആവശ്യമില്ല. അടുത്ത കീയും കൂടി ഓപ്പൺ ആയിക്കണേ. ഇത് ഈ സൈഡിൽ നമുക്ക് കൊടുത്തു നോക്കാം. ഇതിനെങ്കിലും നല്ലത് എമറാൾഡ് കിട്ടി. വേറെ ഒന്നും കിട്ടിയില്ല. എമറാൾഡൊക്കെ നമുക്ക് ആവശ്യത്തിന് ഏറുണ്ട് ഇപ്പോൾ നമ്മളെ കയ്യിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ട് ബാഡാമൻ ബോട്ടിൽ എടുത്തുകൊണ്ട് വരണം. എന്നാലാണ് നമുക്ക് നല്ല നല്ല ലൂട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടിട്ടെ. നമ്മളങ്ങനെ പിന്നെയും തിരിച്ചെത്തി. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിങ്ങനെ. അതുപോലെ ഒരു ബെഡും കൊടുത്തിങ്ങനെ. റീസ്പോണും സെറ്റ് ചെയ്യാം നമുക്ക്. അഥവാ നമ്മൾ മരിച്ചാലോ. ഇതിൽ നല്ല പവറുള്ള എനിമീസാണ് വരിക. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാണ്. പിന്നെ നമ്മളെ കയ്യിൽ ടോട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അത്ര പേടിക്കാനില്ല. അപ്പോൾ ഇനി ഈ ശൽക്കർ ബോക്സ് കൂടി പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ പോഷൻ ആദ്യം കുടിക്കണം. ഒന്ന് കുടിക്കട്ടെ. ഇനി കുറച്ച് ടൈം ഈ പോഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുത്ത പരിപാടി തീർക്കണം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ സ്പോണായ സോംബിക്ക് ഹാർമറും അതുപോലെ തന്നെ ടൂൾസൊക്കെ ഉണ്ട്. അയണിൻ്റെ സോഡൊക്കെ ഉണ്ട്. നല്ല ഡാമേജ് എടുക്കും ഇവന്മാരെ അടുത്ത് നിന്നാൽ. നമുക്ക് ബോ വെച്ചിട്ട് തന്നെ ഇവന്മാരെ തീർക്കാൻ പറ്റും നോക്കാം. ഒരുത്തൻ തീർന്ന്, രണ്ടാമത്തവനും തീർന്ന്. ഇതാ അവിടെ അടുത്ത് സ്പോണായി ബേബി സോംബി. മണ്ടി വരുന്നേ. ഇവനക്കത് കൊള്ളാത്ത സോഡ തന്നെ വേണം. 2 എണ്ണമൊക്കെ. ഇതാണ് നമ്മൾ പോഷൻ കുടിച്ചുള്ള എഫക്റ്റ്. പക്ഷേ അതിന് നല്ല നല്ല ഐറ്റംസ് കിട്ടും ഇവന്മാരെ തീർത്താൽ. പിന്നെ ഇത് ഡയമണ്ട് സോഡൊക്കെ വരുന്നേ. അവനെ അങ്ങനെ തീർത്ത്. ഇനി ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതിന് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല. സ്ട്രെങ്ത്ത് പോഷൻ കിട്ടി. അതെല്ലാം നമ്മളെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ സോംബി തന്നെയാണ് ഉള്ളത്. ഇവന്മാരെ തീർക്കട്ടെ. ഇവന്മാരെ തീർത്താൽ എന്തൊക്കെ കിട്ടുക നോക്കാം. തൊട്ടപ്പുറത്തെ സൈഡിൽ സ്ലൈം സ്പോണാവുണ്ട്. അവന്മാരെയും കൂടി നമുക്ക് തീർക്കണം ഇതിൻ്റെ കൂടെ. അങ്ങനെ നമുക്ക് പിന്നെ ഒരു സ്ട്രെങ്ത്ത് പോഷൻ തന്നെ കിട്ടിയത്. ഇപ്പോൾ 2 എണ്ണമായി. അടുത്തുനിന്ന് നമുക്ക് കുറച്ച് ഫുഡാണ് കിട്ടിയത്. എന്തായാലും കഴിക്കിരിക്കട്ടെ. ഞാൻ അടുത്ത സ്ഥലം നോക്കാം. ഈ ഭാഗത്ത് അടുത്ത ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. എന്താണുള്ളത് നോക്കാം. ഇതിലും സ്ട്രെങ്ത്ത് പോഷൻ തന്നെയാണ് ഫുള്ള്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കുടിക്കാം. ഇത് കുറച്ച് നേരത്തിനുണ്ടാവും ഈ എഫക്റ്റ്. 3 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം വന്ന സ്കെൽറ്റനും ബ്രീസൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇനി ഇവന്മാരെ ഇവിടെ നിന്ന് തീർക്കണം. ഇവരെ കൂടി തന്നെ ബ്രീസും സ്പോൺ ആയിക്കണേ. അപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും വേറെ തീർക്കാൻ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യട്ടെ. നമുക്ക് എന്താ ഐറ്റംസ് കിട്ടുക നോക്കാം. സ്കെൽറ്റൻസിനൊക്കെ തീർത്ത്. ഇതിൽ നിന്ന് എന്താ കിട്ടി നോക്കട്ടെ.
ഇതിൽ നിന്നൊരു റീജനറേഷൻ പോർഷൻ കിട്ടി. അതങ്ങനെ നമ്മൾ കുടിച്ച് ഇനി നമുക്ക് ഈ ബ്രീസിൻ്റെ ഏരിയ ഫിനിഷ് ചെയ്യാം. ഇവന്മാരൊന്ന് ഫിനിഷ് ആക്കട്ടെ. ഇവന്മാരിത് ഞങ്ങളുടെ ചാടി പോണ്, അതാണ് പ്രശ്നം. പക്ഷെ നമുക്ക് അങ്ങനെ ഡാമേജും കിട്ടില്ല, അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല. ഇവന്മാരെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഫുൾ ഹെൽത്ത് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഇവന്മാരൊക്കെ ഫിനിഷ് ചെയ്ത് ഇതിന് നമുക്ക് പൊട്ടാറ്റാണ് കിട്ടിയത്. എന്തിനാന്നാവാം, നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഏരിയക്ക് എത്തി. ഈ ഭാഗത്ത് ഫുള്ള് സ്കെൽറ്റൻസും ബ്രീസുമാണ്. ഇവന്മാരൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇതിൽ നിന്നും നമുക്ക് പൊട്ടാറ്റാണ് കിട്ടിയത്, വേറെ ഒന്നും കിട്ടിയില്ല. ഇവന്മാരും കൂടി ഫിനിഷ് ചെയ്യട്ടെ. ഇതിൽ നിന്നും പിന്നെയും പൊട്ടാറ്റ തന്നെയാണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കി പോവാം. നമ്മളങ്ങനെ അടുത്ത ഏരിയക്ക് അത് എത്തി. ഈ ഭാഗത്ത് സോംബീസാണുള്ളത്. ഇവന്മാരൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. പെട്ടെന്ന് തന്നെ സോംബീസ് പോകണമുണ്ട്, അതിനനുസരിച്ച് ആവണമുണ്ട്. അങ്ങനെ അത് ഫിനിഷായി. ഇതിൽ നമുക്ക് കീ കിട്ടി. ഇത് റയറാണ്, അല്ല റയറല്ല, ഇതിൽ നിന്നാണ് നമുക്ക് മെയ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. ഈ കീ കൊടുത്താൽ ഇതിലിടാൻ പറ്റൂല, നമുക്ക് അതിന് സ്പെഷ്യൽ ഒരു സംഭവമുണ്ട്, അതിൽ കൊണ്ടിടണം. ഈ ഭാഗത്തും സോംബീസ് തന്നെ ഉള്ളത്. ഇവന്മാരെ ഫിനിഷ് ചെയ്യട്ടെ. അടുത്തത് ഓപ്പണായി. ഇതിൽ നിന്ന് പിന്നെ നമുക്ക് ഈ കീ തന്നെയാണ് കിട്ടിയത്. ഇനി മോബ് സ്പോൺ ആവണ ഏരിയ നോക്കിയാണ്ട് നമുക്ക് പോവാം. അങ്ങനെ അടുത്തതിൽ നിന്ന് നമുക്ക് കീ കിട്ടി. ഇപ്പോൾ 3 കീ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തുറക്കാനുള്ള ഏരിയ ഒന്ന് കണ്ടുപിടിക്കണം. ഒരു കീ യൂസ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറണം. നമുക്ക് ഈ ബ്രീസ് റോഡ് വെച്ചിട്ട് നമുക്ക് വിൻഡ് ചാർജ് ഉണ്ടാക്കാം, എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റും. ഇത് കുറച്ചിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം. ഇനി ഇത് കറക്റ്റിന് മതിലിനോട് ചാരിയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മേൽക്കെത്തും. അയ്യോ, ഒന്നുകൂടി ചെയ്യാം. ഇതുപോലെ കറക്റ്റിന് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റും. എന്തെങ്കിലും ചാവി കൊടുത്തു നോക്കാം. ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി. നമുക്ക് അതിന് നല്ല ഐറ്റംസ് കിട്ടും നോക്കാം. കുറച്ച് എമറാൾഡും അതുപോലെ തന്നെ ഡ്രിമ്മും കിട്ടി, പിന്നെ ഡയമണ്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മെയ്സ് കിട്ടിയില്ല. ഇനി അടുത്ത സ്ഥലം നോക്കിയാൽ നമുക്ക് പോവാം. അടുത്തത് അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഇനി ഇതിന് കൊടുത്ത് നോക്കാം. ഒരു ഡ്രിമ്മും കൂടി കിട്ടി, പിന്നെ എമറാൾഡ്, പിന്നെ ഗോൾഡൻ ആപ്പിൾ, അത്ര തന്നെ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. അങ്ങനെ അടുത്ത സ്ഥലത്ത് ഇനി ഇതിൽ നമുക്ക് കൊടുത്തു നോക്കാം. ലാസ്റ്റത്തെ ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടും. നമുക്കൊരു മ്യൂസിക് ഡിസ്ക് കിട്ടി, പിന്നെ നമുക്ക് ഡയമണ്ടും കിട്ടി, പിന്നെ ക്രോസ് പേ നമുക്ക് അങ്ങനെ യൂസ്ഫുള്ളല്ല, അത് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇനി കിട്ടിയ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി കിട്ടിയ ഐറ്റംസൊക്കെ നമുക്ക് വാല്യുബിൾ പെട്ടിയിൽ വെക്കാം. ഡിസ്ക്, ഡ്രിമ്മ് അതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടി, അതൊക്കെ ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മെയ്സിന് വേണ്ടിയിട്ട് പോയത്. മെയ്സ് ഇട്ടില്ലൊരു ട്രൈഡിന് കിട്ടി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.